ഇന്ന് നമുക്ക് നമ്മുടെ ട്രഡീഷണൽ ഈവനിങ് സ്നാക്കായിട്ടുള്ള ഉണ്ടംപൊരി അഥവാ ബോണ്ട തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് പല സ്ഥലത്ത് പല പേരാണ്. പഴ ഉണ്ട എന്നൊക്കെ പറയാറുണ്ട്. ഞങ്ങളുടെ അവിടെയൊക്കെ ബോണ്ട എന്നാണ് ഇതിന് പറയുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു റെസിപ്പി നേരത്തെ എൻ്റെ പഴയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ആ ചാനൽ ഇപ്പോൾ പോയതുകൊണ്ട് ആണ് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഇതൊന്ന് തയ്യാറാക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ ബോണ്ട ഞാൻ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് മാത്രമായിട്ടാണ്. പിന്നെ അതുപോലെ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ചിലരൊക്കെ ശർക്കര ഉപയോഗിച്ച് ഉണ്ടാക്കാറുണ്ട്. ഇത് പഞ്ചസാര ഉപയോഗിച്ച് നല്ല പുറവശം നല്ല ക്രിസ്പിയാണ്, അകവശമാണെങ്കിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ബോണ്ട എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പം നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഉണ്ടംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ പഴംപൊരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3 ഏലക്ക അതിൻ്റെ ആ തോലൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ആ ഏലക്കയുടെ തോല് കളഞ്ഞ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഈ ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. നമുക്കിപ്പം ഈ ഏലക്കായും ജീരകവും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ പഞ്ചസാരയും ഏലക്കായും എല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കണം. ഞാനിന്ന് 1 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ബോണ്ടയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ചേർക്കാനായിട്ട് 1/2 കപ്പാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അതുപോലെ എൻ്റെ കയ്യിലുള്ളത് തീരെ ചെറിയ പഴമാണ്. ഞാനിത് പാളയംകോടൻ പഴമാണ് എടുത്തിട്ടുള്ളത്. തീരെ ചെറിയ പഴമായതുകൊണ്ട് ഞാനൊരു 2 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ നാട്ടിലൊക്കെ ഉള്ളതുപോലെ നല്ല വലിപ്പമുള്ള പഴമാണെങ്കിൽ ഒരു പഴവും പിന്നെ ഒരെണ്ണത്തിൻ്റെ ഒരു 1/4 ഭാഗവും കൂടി ചേർത്താൽ മതിയാകും കേട്ടോ. നമുക്ക് ഈ പഴം കൂടി ഈ പഞ്ചസാരയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ആ പഞ്ചസാരയും പഴവും കൂടി ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അടുത്തായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ, അതായത് നമ്മുടെ സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം മൈദ ആണെങ്കിലും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദയും ആയിട്ടാണേലും എടുക്കാം. മൈദ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കടകളിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു പരുവത്തിലായി കിട്ടത്തില്ല കേട്ടോ. കുറച്ച് റബ്ബറി ആയി പോവും. അതുകൊണ്ട് ഗോതമ്പ് പൊടിയും മൈദയും ഒരേ പ്രപ്പോർഷനിൽ വേണമെങ്കിലും ചേർക്കാം. ഞാനിന്നിപ്പോൾ ഗോതമ്പ് പൊടി മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഈ പഴത്തിൻ്റെയും പഞ്ചസാരയുടെയും മിക്സിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ ചിലരൊക്കെ ഇതിലേക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞതും അല്ലെങ്കിൽ കപ്പലണ്ടിയും ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയം കുറച്ച് തേങ്ങാക്കൊത്തും കപ്പലണ്ടിയൊക്കെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പക്ഷേ ഇന്ന് തേങ്ങാക്കൊത്തും കപ്പലണ്ടിയും ഒന്നും ഇല്ലാത്ത ബോണ്ടയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ ആ ഗോതമ്പ് പൊടിയും നമ്മുടെ പഞ്ചസാരയും പഴവും കൂടിയുള്ള മിക്സും കൂടി ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നോക്കിയാൽ കാണാം നമ്മുടെ ആ പഞ്ചസാര മിക്സ് ഇത് ഫുള്ളായിട്ട് കുഴയ്ക്കാനായിട്ട് തികഞ്ഞിട്ടില്ല. ഇതിലേക്ക് നമുക്കൊരല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ ഈ ഉണ്ടംപൊരിക്കുള്ള മാവെന്ന് പറഞ്ഞാൽ അങ്ങ് ഒത്തിരി കട്ടിയാകരുത്, എന്നാലും വല്ലാതെ ലൂസാകരുത് കേട്ടോ. ചപ്പാത്തി മാവിനെക്കാട്ടിലുമൊക്കെ കുറച്ചുകൂടി ലൂസായിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ട ഈ ഒരു പരുവത്തിനാണ്. ഇതങ്ങ് വല്ലാതെ കട്ടിയല്ല, എന്നാലും അങ്ങ് വല്ലാതെ ലൂസും അല്ല. ഒത്തിരി കട്ടിയായിട്ടാണ് നമ്മൾ ഈ മാവ് കുഴയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ബോണ്ട ആക്കി വരുമ്പോൾ ഭയങ്കര ഹാർഡായി പോവും. വല്ലാതെ ലൂസായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരം കുറേ നേരം എണ്ണയിൽ കിടന്നാൽ പോലും ഇതിൻ്റെ ഉൾഭാഗമൊന്നും ഫ്രൈ ആയി കിട്ടത്തില്ല. അതുകൊണ്ട് ഈ ഒരു പരുവത്തിന് നിങ്ങളിത് കുഴച്ചെടുക്കണം കേട്ടോ. ഇതിനി മിനിമം ഒരു മണിക്കൂറേലും ഒന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. സമയമുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂറോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്കൊരു 1-1.5 മണിക്കൂറിന് ശേഷം ഇതെങ്ങനെയായെന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാവ് നമ്മൾ കുഴച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്.
ഇതിനി നമുക്ക് എങ്ങനെയാണ് ബോണ്ട അഥവാ ഉണ്ടംപൊരി ആക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒന്ന് അടുപ്പത്ത് ചൂടാകാൻ വെക്കണം. അതിനുശേഷം കയ്യിൽ ഒരല്പം വെള്ളം ഒന്ന് തേച്ചതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ മാവായിട്ടെടുത്ത് ഒന്ന് ഉരുട്ടി നമുക്ക് ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മാവ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒത്തിരി വലുപ്പത്തിൽ എടുക്കണ്ട കേട്ടോ. കുറച്ച് ഒരു നാരങ്ങായെക്കാട്ടിലും ഒരല്പം കൂടി വലുപ്പത്തിലുള്ള ബോളുകളാക്കി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എണ്ണയിൽ കിടന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ളതുകൊണ്ട് കുറച്ചുകൂടി വലുപ്പത്തിലായി കിട്ടും കേട്ടോ. ഇപ്പോഴും നമ്മുടെ എണ്ണ ഇവിടെ ഒന്ന് ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം നമ്മളിതിലേക്ക് ഈ ബോളുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. തീ ഒത്തിരി കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ബോണ്ടയുടെ ഉൾവശം വെന്ത് കിട്ടത്തില്ല, പുറം വശം അങ്ങ് വല്ലാണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞ പോലെ ആയി പോകും കേട്ടോ. അതുപോലെ അങ്ങ് ബ്രൗൺ കളറായി പോകും. ഇതിലേക്ക് നമുക്കൊരു 2-3 ഉരുളകളൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് ഒരു 3 ഉരുള മാവ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇട്ടതിന് ശേഷം അടുപ്പിൽ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഔട്ട്സൈഡ് എല്ലാം അങ്ങ് ബ്രൗൺ കളർ ആവുകയും ചെയ്യും, അകവശം ഒന്നും നന്നായിട്ട് വെന്ത് കിട്ടത്തുമില്ല. ഇതിനി നമുക്കൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് എല്ലാ ഭാഗവും ആ ഒരു നല്ല ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റോളം ഞാനിത് തിരിച്ചും മറിച്ചും എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഉൾവശമൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇത് കണ്ടോ, നമ്മുടെ നല്ല കടകളിൽ നിന്ന് മേടിക്കുന്ന പോലെയുള്ള ബോണ്ട ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഇട്ടതിനെക്കാട്ടിലും കുറച്ചുകൂടി വലുപ്പമായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഗോതമ്പ് പൊടി കൊണ്ട് മാത്രമാണെങ്കിലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോണ്ട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ അന്നൂസ് റെസിപ്പീസ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.